ഉണ്ടല്ലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ അത്യാവശ്യം നമുക്ക് ജൂൺ മാസം ഫസ്റ്റ് മുതൽ നമുക്ക് ചെറിയ രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് മഴക്കാലമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചെടികളെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താലാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് അടുത്ത വർഷത്തേക്ക് നമ്മുടെ ചെടികൾ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല വിങ്ക പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിങ്ക ചെടികളെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം, അതുപോലെ മഴക്കാലത്ത് എങ്ങനെ സംരക്ഷിക്കണം, അപ്പോൾ ആ ഒരു ചെടിനെ കുറിച്ചുള്ള കുറച്ച് നല്ല അറിവുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ഒരു വിങ്കാ ചെടി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കോമൺ ആയിട്ട് കാണുന്നൊരു ചെടി ആയതുകൊണ്ട് അധികം ആർക്കും ഒരു ഇഷ്ടപ്പെടുന്നൊരു ചെടിയൊന്നും അല്ല അല്ലേ. പക്ഷേ നമുക്ക് എത്ര ഇഷ്ടമില്ലാത്തൊരു ചെടി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഇതുപോലെ ഒരുപോലെ ഒന്നിച്ച് നട്ടുകൊടുത്ത് ഇങ്ങനെ പൂക്കളുണ്ടാകുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇപ്പോൾ ഈ ഒരു പൂ കാണുമ്പം എല്ലാവർക്കും തോന്നില്ലേ, നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റിൽ വിരിഞ്ഞ് നിൽക്കുന്ന അതുപോലത്തെ നല്ല വലുപ്പമുള്ള പൂക്കൾ കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ നമ്മൾ ഏതൊരു തരം ചെടികൾ നടുമ്പോഴും ആ ഒരു ചെടി നമ്മൾ സെറ്റ് ചെയ്യുന്നതിനും കൂടെ അതിന് പ്രത്യേകമായിട്ടൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിങ്ക ചെടീൻ്റെ ആ ഒരു കളക്ഷനൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സെറ്റ് ചെയ്യുമ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ചെടികളെ നമ്മൾ ഒരുപോലെ വെച്ചിട്ട് അങ്ങനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പല കളറുകൾ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ എങ്ങനെ നല്ല ബുഷിയാക്കി എടുത്ത് ആ ഒരു പോട്ട് നിറഞ്ഞ് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ കൈവശം ഇവിടെ ഒരു ചെടിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു വിങ്ക പ്ലാന്റ് ആണ്. കണ്ടോ, നമ്മുടെ ആ പോട്ട് നല്ല തിങ്ങി നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ പൂക്കൾ വരാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഒരു ചെടി ആക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പം ഈ നിൽക്കുന്നത് നമ്മുടെ കയ്യിലുള്ള മറ്റൊരു വിങ്ക ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ എല്ലാം കഴിഞ്ഞ് ഇതാ ചെടി തീരെ എന്താ പറയുക ഹെൽത്തി അല്ലാതെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റ് ഇതുപോലെ നിൽക്കുന്ന സാഹചര്യത്തിലുണ്ടല്ലോ, നമ്മൾ ഈ ചെടീനെ നല്ലോണം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ചെടി വളർന്നു വരും കേട്ടോ. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ചെടിയിലുണ്ടല്ലോ, ഇത് കണ്ടോ നിറച്ച് നമ്മുടെ ചെടിയിൽ വിത്തുകളുണ്ട് കണ്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിങ്ക ചെടിയിൽ വരുന്ന വിത്ത്. ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം മൂത്ത് വരും. അപ്പോൾ നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ പറിച്ചെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത കുഞ്ഞി എന്താ പറയുക ഒരു വിത്തുണ്ടാവും കേട്ടോ. അത് നമ്മൾ പാകി മുളപ്പിച്ചിട്ട് വേണം നമുക്ക് പുതിയ ചെടികളാക്കി എടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ കട്ടിങ്സും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് മാത്രമല്ല ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു വിങ്ക ചെടിയുടെ ചോട്ടിൽ ഇതിൻ്റെ വിത്ത് തന്നെ പൊട്ടി വീണ് ഇതാ നിറച്ചിത് കണ്ടോ വിങ്ക തൈകൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഇതെല്ലാം നമ്മുടെ വിങ്കേൻ്റെ ചെറിയ സീഡ് വീണ് മുളച്ചതാണ് കേട്ടോ. അപ്പോൾ വിങ്കേൻ്റെ സീഡുകളൊക്കെ നമുക്കിതുപോലെ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാതെ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള വിങ്കേൻ്റെ സീഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചെടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ വിത്ത് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പ്രൂൺ ചെയ്യുക. അപ്പോൾ ഈ പ്രൂൺ ചെയ്തെടുക്കുന്ന കട്ടിങ്സ് മുഴുവനും നമുക്ക് നട്ടുകൊടുത്ത് പുതിയ ചെടികളാക്കിയെടുക്കാൻ പറ്റുമേ. നമ്മളുണ്ടല്ലോ ഏത് ചെടീനെ വളർത്തുമ്പോഴും കുറേ പൂക്കളൊക്കെ തന്നു കഴിയുമ്പോൾ ആ ഒരു ചെടി നമ്മളൊരു ചെറിയൊരു പ്രൂണിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നിറച്ച് ബ്രാഞ്ചസ് വന്ന് കുറേ പൂക്കൾ തരും. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ് ഒരു വളമുള്ളത് ആ ഒരു വളം കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വച്ചേക്കണ വളമുണ്ടല്ലോ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി. അപ്പോൾ ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു 2 ഗ്രാം ഉണ്ടാകും. അത്രയും നമ്മൾ ചെറിയ കുറച്ച് യൂറിയാൻ്റെ 2 തരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് യൂറിയാൻ്റെ തരിയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ചെടീൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടല്ലോ പെട്ടെന്ന് ചെടികൾ ഇങ്ങനെ നല്ല തഴച്ച് വളരും കേട്ടോ. അപ്പോൾ യൂറിയൊന്നും കൊടുക്കുന്ന അധികം ആകരുത്, എന്താ പറയുക ഒരു 3-4 കുറച്ച് അത്രയും മതി. കുറച്ച് ചെടികളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതുപോലെ കുറച്ച് യൂറിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ കൂടെ ഇതുപോലെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ തൈകളായിട്ട് വന്നത് അത് പെട്ടെന്ന് അങ്ങോട്ട് നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. അപ്പം നമുക്കുണ്ടല്ലോ ഈ ഒരു വിങ്ക പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തും അത്യാവശ്യം വേനൽക്കാലത്തും ഒക്കെ നമുക്ക് നല്ലോണം പൂക്കൾ തരുന്ന ചെടിയാണ്. പിന്നെ മഴ ഇങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിൽ ചെടികൾ ചീഞ്ഞു പോകും.
അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഫംഗിസൈഡൊക്കെ ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറിയൊരു ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കുക, ചെടികൾ നശിച്ചു പോകാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ചെടീന് നല്ല അടിപൊളി ചെടിയായിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് എങ്ങനെയാണ് കുത്തിപ്പിടിപ്പിക്കുന്നത് കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ടും മണലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കേട്ടോ, ഏകദേശം ആൾക്കാർക്കും അറിയാം ചെടികളൊക്കെ മണലിലാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ഈ ഒരു ഇത്രയും വലിപ്പത്തിലൊരു കട്ടിങ്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിലെ ആ ഒരു ലീഫൊക്കെ ഇങ്ങനെ കൂടി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നടാനുള്ള ചെടീനെ നമ്മൾ ഇതുപോലെ ഈ മണലിലേക്ക് ഇങ്ങനെ കൂടി കുത്തി കൊടുക്കുക. അപ്പം നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് 2-3 കട്ടിങ്സൊക്കെ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പം ഇനി അത്യാവശ്യം ചെറിയ രീതിയിൽ നനച്ച് കൊടുത്ത് ഷെയ്ഡിൽ വെക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ഏകദേശം ഒരാഴ്ച കൊണ്ട് നല്ലൊരു അടിപൊളി വിങ്കാച്ചെടിയായിട്ട് വരും കേട്ടോ. അപ്പം ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെടീനെ നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം വളരെ സേഫായിട്ട് മഴ നനയാതെയൊക്കെ വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരും. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളായിക്കോട്ടെ, അതായത് നെഗറ്റീവോ പോസിറ്റീവോ എന്തും അറിയിക്കാം. അതുമാത്രമല്ല ഏതെങ്കിലുമൊക്കെ ചെടികളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട്, വീഡിയോസ് ചെയ്യണമെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. അപ്പം നമ്മൾ അതുമായിട്ടുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പം ബൈ.